കണ്ണ് കണ്ടുകൂടി നിനക്ക്? നീ എന്താ മറ്റുള്ളവരെ തള്ളിയിട്ട് കൊല്ലാൻ ഇറങ്ങിയേക്കുവാണോ? അച്ഛൻ വിളിച്ചപ്പോ എന്താന്നറിയാൻ തിടുക്കപ്പെട്ട് ഓടുന്നതിനിടയില് എതിരെ വന്ന ആള് ശ്രദ്ധിച്ചില്ല. എന്റെ ചേട്ടന്റെ ഉറ്റ തോഴനാണ് ശിവപ്രസാദ്. ആളൊരു കലിപ്പനാണ്. എന്നോട് മാത്രമല്ല, എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ചേട്ടന് വലിയ കാര്യ പുള്ളിയെ. ഞാൻ അങ്ങനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എന്താടി, വന്നിടിച്ചതും പോരാ നോക്കി പേടിപ്പിക്കുന്നോ? എവിടെയൊക്കെ നോക്കി നടക്കും മനുഷ്യന്റെ മെക്കിട്ട് കയറാൻ. അതും പറഞ്ഞ് എന്നെ ഒന്ന് ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി അങ്ങേരങ്ങ് പോയി. ഹാവൂ, ഭാഗ്യം, രക്ഷപ്പെട്ടു. അങ്ങേരനെ കൊല്ലാതെ വിട്ടത് മഹാഭാഗ്യാണ്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കഥ കഴിഞ്ഞേനെ. ഞാൻ അഞ്ജലി, ശിവരാമകൃഷ്ണന്റെയും അരുന്ധതിയുടെയും രണ്ടാമത്തെ മകള്. എനിക്കൊരു ചേട്ടൻ കൂടിയുണ്ട്, അശ്വിൻ. എനിക്ക് എന്തിനും കൂട്ടു നിൽക്കുന്ന ഒരു പാവം ചേട്ടൻ. ചേട്ടന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ് നേരത്തെ കണ്ട ആ കലിപ്പൻ. ഇന്നെന്റെ വല്യച്ഛന്റെ മോന്റെ കല്യാണാണ്. തറവാട്ടിൽ വെച്ച കല്യാണം. കുടുംബത്തിലെ ഏതൊരു പരിപാടിയും തറവാട്ടിൽ വെച്ചാ നടത്തുന്നത്. ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ഇവിടെയുണ്ട് അതിന്റെ ആഘോഷത്തിലായിട്ട്. ആദർശേട്ടന്റെയും എന്റെ ചേട്ടന്റെയും ഉറ്റ സുഹൃത്തായത് കൊണ്ട് പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. അഞ്ജു, നിന്നെ ഞാൻ എത്ര നേരമായി വിളിച്ചിട്ട് നീ അവിടെ എന്തെടുക്കുവാ? അച്ഛാ, അത് ഞാൻ വരുന്ന വഴിക്ക് ഒരു കടുവയുമായി അറിയാതെ ഒന്ന് കൂട്ടിമുട്ടി. കടുവയോ? അതാരാ? അച്ഛൻ്റെ പഴയ ശിഷ്യൻ. ഇല്ലേ, അങ്ങനെ ഭാഗത്ത് തന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഡി മതി, ശിവൻ നീ കടുവാന്ന് വിളിച്ചെങ്ങാണ് കേക്കണ്ട. അല്ല, അതൊക്കെ പോട്ടെ, അച്ഛൻ എന്തിനാ എന്നെ വിളിച്ചേ? മോളെ, അത് അച്ഛൻ നാളത്തേക്കുള്ള ഡ്രസ്സ് വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു. മോളൊന്ന് പോയിട്ട് എടുത്തിട്ട് വരുവോ? അച്ഛൻ, ഞാൻ എങ്ങനെയായി രാത്രി ഒറ്റയ്ക്ക് അവിടെ വരെ പോകുന്നേ? അച്ഛൻ തന്നെ പോയിട്ട് എടുക്ക്, ഇല്ലെങ്കിൽ ഏട്ടനെ വിട്, ഞാൻ പോവില്ല. അച്ഛന്റെ അഞ്ചുമോളല്ലേ, അച്ഛൻ പറഞ്ഞ കേക്ക് മോളെ, പോയിട്ട് വാ. ഏട്ടനെ വല്യച്ഛൻ പുറത്തേക്ക് പറഞ്ഞു വിട്ടേക്കുവാ. ഞാൻ ഒറ്റയ്ക്ക് പോവില്ല, എനിക്ക് പേടിയാ. ഈ രാത്രി അവിടെ വരെ ഞാൻ എങ്ങനെ പോവാനാ? ഞാൻ പോവില്ല. നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ ആരെങ്കിലും കൂട്ടുവിടാം. എങ്കിലും മോള് പോവോ? അത് വേണേ നോക്കാം. ഇപ്പൊ ആരെ ഒന്ന് വിടുക? ആ മോനെ ശിവ, നീ ഒന്നിങ്ങ് വന്നേ. എന്റെ ദേവി, വേറെ ആരും കണ്ടില്ല അച്ഛാ. ഇതിലും പേരെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നായിരുന്നു. അവൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഈ രാത്രി അവന്റെ കൂടെ പോകുന്ന നല്ലത്. അവൻ കൂടെയുള്ളപ്പോ നീ പേടിക്കണ്ട. എന്താ മാഷേ? ശിവ, നീ ഒന്ന് ഇവളുടെ കൂടെ വീട് വരെ പോവാവോ? എനിക്ക് നാളെ മാറാനുള്ള ഡ്രസ്സ് എടുക്കാൻ മറന്നു ഞാൻ. ഇവള് ഒറ്റയ്ക്ക് പോവില്ലെന്നാ പറയുന്നേ, അതും ഈ രാത്രിയല്ലേ. എന്റെ ദേവി, ഈ കടുവ സമ്മതിക്കരുതേ. അതിനെന്താ മാഷേ, ഞാൻ കൂടെ പോവാലോ. ഒരു മിനിറ്റ്, ഞാൻ പോയിട്ട് ബൈക്ക് എടുത്തിട്ട് വരാം. ദേവി, വേണ്ടായിരുന്നു. ഈ കടുവനെ കൊല്ലാതിരുന്നാ മതി. ഡീ, നീ എന്താലോചിച്ച് നിൽക്കുവാ? വരുന്നേ വാ. വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഞാൻ ആ കടുവയുടെ വണ്ടിയുടെ പുറകിൽ കയറി. വീടെത്തുന്നവരെയും എന്റെ മനസ്സിൽ പെരുമ്പറ മുഴുകുന്നത് കേൾക്കാമായിരുന്നു. ഞങ്ങൾ നാഗക്കാവ് വഴിയാണ് പോയത്. രാത്രിയായതുകൊണ്ട് ആ വഴി പോകുന്നത് ശ്രദ്ധിച്ചു വേണം എന്ന് എല്ലാവരും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വെച്ച് തൂങ്ങി മരിച്ച സാവത്ത് ചേച്ചിയുടെ ആത്മാവിനെ പലരും കണ്ടിട്ടുണ്ടത്രേ. അതുകൊണ്ട് ഞാൻ കടുവയെ മുറുക്കി പിടിച്ചു. കാര്യം അറിയാത്തത് കൊണ്ട് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഡീ, വീടെത്തി. എന്താന്ന് വെച്ചാ വേഗം എടുക്കാൻ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. അതിന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ കൂടെ വരാൻ. നീ എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. ഈ കടുവയുടെ മുഖം ഒരിക്കലും തെളിയില്ല. ഞാൻ പതിയെ പറഞ്ഞു. ഞാൻ വേഗം തന്നെ വീട് തുറന്ന് അച്ഛന്റെ മുറിയിൽ കയറി ഡ്രസ്സ് വെച്ച് കവറെടുത്ത് പുറത്തേക്ക് വന്നു. നോക്കിയപ്പോ ദേ ആ കടുവ വീടിനകത്ത് നിൽക്കുന്നു. ഞാനൊന്ന് പേടിച്ചു. എന്താ, എന്തെങ്കിലും വേണോ? ഒന്ന് പേടിച്ചെങ്കിലും എങ്ങനെയോ ചോദിച്ചു. ആ വേണം. എന്താ വേണ്ടത്? ഞാൻ എടുത്തു തരാം.
എനിക്ക് വേണ്ടത് ഞാൻ തന്നെ എടുത്തോളാം, നീ ബുദ്ധിമുട്ടണ്ട. എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? അങ്ങനെയൊന്നുമില്ല, എന്താന്ന് പറഞ്ഞോ. അല്ല, നിനക്കല്ലേ അറിയണ്ടേ ഈ കടുവ എന്താ ഇങ്ങനെയൊക്കെയെന്ന്? അത് ഞാൻ പറഞ്ഞു തരാം. എന്റെ ദേവി, ഞാൻ പറഞ്ഞത് ഇങ്ങനെ കേട്ടോ? അത് ഞാൻ പെട്ടെന്ന് അപ്പോഴത്തെ ദേഷ്യത്തിൽ അറിയാതെ പറയുന്നതിനൊപ്പം ഞാൻ പതിയെ പുറകിലേക്ക് നടന്നു തുടങ്ങി. ആയിക്കോട്ടെ, ദേഷ്യത്തിലായാലും അല്ലെങ്കിലും സാരമില്ല, നിനക്കറിഞ്ഞാ പോരെ. അയ്യോ വേണ്ട, എനിക്കൊന്നും അറിയണ്ട. പറഞ്ഞു തീർന്നതും ഞാൻ ഭിത്തിയിൽ ചെന്നിടിച്ചു. ഞാൻ മാറിപ്പോൻ ശ്രമിച്ചതും ആ കടുവ ഇരുവശങ്ങളിലും കൈവച്ചു നിന്നു. ഇനി പോവാൻ ഒരു വഴിയുമില്ല. എന്റെ ദേവി, ഞാൻ എന്തു ചെയ്യും? ശിവേട്ടാ, ഞാനത് വെറുതെ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാ. ഇനി ഞാൻ അങ്ങനെ വിളിക്കില്ല. പ്ലീസ് എന്നെ വിട്ടേക്ക്. ആഹാ, അപ്പൊ നിനക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാം. എന്തായിരുന്നു നീ നേരത്തെ കാണിച്ചത്? ശിവേട്ട സോറി, ഇനി ഞാൻ അങ്ങനെ വിളിക്കില്ല. മുമ്പിന്ന് മാറ്, നമുക്ക് പോവാം. അന്റെ ഭയർക്കണം. ഇനി നീ എന്നെ അങ്ങനെ എങ്ങാനും വിളിച്ച ഇപ്പൊ വിടുന്നത് പോലെ വിടുമെന്ന് കരുതണ്ട. ഈ ശിവ ആരാണെന്ന് എന്റെ പൊന്നുമോൾ അറിയും. അശ്വിനോർത്ത് തൽക്കാലം ഞാൻ നിന്നെ വെറുതെ വിടുവാ. വാ പോവാം. പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ ഞാൻ വീടും പൂട്ടിയിറങ്ങി. പോകുന്ന വഴിക്കും ഞാൻ ഒന്നും വേണ്ടിയിരുന്നില്ല. തിരിച്ച് തറവാട്ടിലെത്തുന്നവരെയും ഞാൻ ആ കടുവയോട് ഒന്നും മിണ്ടാൻ നിന്നില്ല. ഇന്നാണ് ആദർശേട്ടന്റെ കല്യാണം. എന്റെ അശ്വൻ ചേട്ടനെ പോലെ തന്നെയാ എനിക്ക് ആദിചേട്ടനും. ഞാൻ രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിൽ പോയി. ആദിയേട്ടനും ഗൗരി ചേച്ചിക്കും വേണ്ടി പ്രാർത്ഥിച്ചു. വേഗം തന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അമ്പലത്തിൽ നിന്നും ചെന്ന് കയറിയതും ഞാൻ എന്തിലോ തട്ടി താഴെ വീണു. ഞാൻ പതിയെ തലയും തടവി എഴുന്നേറ്റ് നോക്കിയപ്പോ കണ്ടത് ആ കടുവേ. ഡീ, നീ ഇതെവിടെ നോക്കി നടക്കുന്നേ? നിനക്ക് എല്ലാ ദിവസവും ആരെങ്കിലും ഇടിച്ച് താഴിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ലേ? അത് കൊള്ളാലോ, ഇങ്ങോട്ടേക്ക് വന്ന് എന്നെ ഇടിച്ച് താഴിട്ടിട്ട് ഇപ്പൊ എന്റെ മെക്കിട്ട് കയറുന്നോ? തനിക്ക് എന്താ കണ്ണില്ലേ? ഡി, നിന്റെ നാക്കിനെ നീളം വെച്ചോ? ഇന്നലെ രാത്രി ഇതൊന്നും അല്ലായിരുന്നല്ലോ. എന്താടാ ശിവ, എന്താ പ്രശ്നം? നീ എന്തിനാ അവളായിട്ട് തല്ലി പിടിക്കുന്നേ? എടാ, നിന്റെ പെങ്ങളൊരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നാളെ കേട്ടിച്ചു വിട്ടാലും തിരിച്ച് വീട്ടിൽ തന്നെ വന്ന് നിൽക്കും. ഡോക്ടറെ കാണിക്കാനോ? എന്തിന്? നീ എന്തേ പറയുന്നേ? അതച്ചു, നിന്റെ പെങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബാലൻസ് തെറ്റുന്നുണ്ട്. അതേതെങ്കിലും ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ കെട്ടിച്ചു വിട്ടാ കെട്ടുവൻ അങ്ങ് താങ്ങിക്കൊണ്ട് നടക്കേണ്ടി വരും. ഡാഡാ വേണ്ട, നീ വെറുതെ എന്തിനാ രാവിലെ അവളെ തന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത്? അച്ചുവേട്ടാ, എന്നെ അല്ല, ഏട്ടന്റെ ഈ നിൽക്കുന്ന കൂട്ടുകാരനെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്ക്. ഏതെങ്കിലും വട്ടന്റെ ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും നല്ലത്. 5-6 പിരിയിലേക്ക് കിടക്കുക, അതൊന്നും മുറുക്കാൻ പറ. അതും പറഞ്ഞ് ഞാൻ വേഗം സ്ഥലം കാലിയാക്കി. ഡാ ശിവ, നീ അത് വിട്ടേക്ക്. അവള് വെറുതെ പറഞ്ഞതാ. പിന്നെ അവള് പറഞ്ഞതിലും ചെറിയൊരു കാര്യമുണ്ട് കേട്ടോ. ഡാഡാ വേണ്ട, നിന്റെ പെങ്ങള് ട്രോളിന്ന് പോട്ടെ, നീയും കൂടെ തുടങ്ങിക്കൂ. ഞാൻ ചുമ്മാ പറഞ്ഞത്, നീ അത് വിട്ടേക്ക്. നീ പറഞ്ഞത് കൊണ്ട് ഞാൻ വിടുവാ. നിന്റെ പെങ്ങൾക്കുള്ളത് ഞാൻ കൊടുത്തോളാം. അഞ്ജു, എന്തായാലും കല്യാണത്തിന്റെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു. എന്റെ പൊന്നുമോള് പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഒരാഴ്ചയായില്ലേ നീ കോളേജിൽ പോയിട്ട്? നാളെ മുതൽ മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോവാൻ നോക്ക്. അമ്മേ, നാളൊരു ദിവസം കൂടെ ഞാൻ ലീവ് എടുത്തോട്ടെ, എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. പ്ലീസ് അമ്മേ, ഞാൻ മറ്റന്നാൾ മുതൽ പൊക്കോളാം. അയ്യടാ, എന്റെ പൊന്നുമോള് നാളെ തന്നെ ക്ലാസ്സിൽ പോവും. ഇനി ഒരു ലീവും ഇല്ല, പോയി കിടന്നുറങ്ങാൻ നോക്ക്. ചെല്ല് പോയി കിടക്ക്. ഇനി നിന്റെ ഒരടവ് ഇവിടെ നടക്കില്ല. ഇനി അമ്മയോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായത് കൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. നല്ല ക്ഷീണുള്ളത് കൊണ്ട് ചെന്ന് കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അഞ്ജു, ഡി എണീറ്റേ, ഇപ്പൊ തന്നെ സമയം 8 കഴിഞ്ഞു. എണീക്കാൻ നോക്ക്. എത്ര നേരമായി വിളിക്കുന്നു. ഡി അഞ്ജു, എടി നിന്നോടല്ലേ പറഞ്ഞ എണീക്കാൻ. എന്താ അമ്മേ, ഈ രാവിലെ തന്നെ എന്തിനാ ഇങ്ങനെ തല്ലുന്നത്? സമയമാകുമ്പോ ഞാൻ പൊക്കോളാം. ഞാൻ കുറച്ചു നേരം കൂടി കിടക്കട്ടെ.
ഇനി കിടക്കാൻ ഒന്നും നേരമില്ല. ഇപ്പൊ സമയം 8 കഴിഞ്ഞു. വേഗം റെഡി ആവാൻ നോക്ക്. എന്റെ ദേവി, 8 മണിയായോ? അമ്മയ്ക്ക് എന്നെ കുറച്ചുകൂടെ നേരത്തെ വിളിക്കാൻ മേലായിരുന്നോ? ഇനി ഞാൻ എപ്പോ എത്താനാണ്? അത് കൊള്ളാലോ, പോത്ത് പോലെ കിടന്നുറങ്ങിയിട്ട് ഞാൻ വിളിച്ചില്ല പോലും. 6 മണിക്ക് തൊട്ട് ഞാൻ നിന്നെ വിളിക്കുന്നതാ. നിന്നെ വിളിക്കുന്നതും കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നതും ഒരുപോലെയാണ്. വേഗം പോയി റെഡി ആവാൻ നോക്ക്. അമ്മേ, ഇനി ഞാൻ എപ്പോ എത്താനാ? ഇന്ന് ഞാൻ ലീവാക്കിയല്ലോ. അഞ്ജു, രാവിലെ തന്നെ എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങാതെ പൊക്കോ. നേരം വൈകിയത് എന്റെ കുഴപ്പമാണോ? എനിക്കൊന്നും അറിയണ്ട. നീ വേഗം റെഡിയായി പോവാൻ നോക്ക്. എന്നാ ഏട്ടനോട് പോവല്ലേന്ന് പറ. ഞാനും ഉണ്ട്, ഒന്ന് പറയാമേ. അതിനവൻ എപ്പോഴേ ഹോസ്പിറ്റലിൽ എത്തിക്കാണും. അവനെന്തോ എമർജൻസി ഉണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചായിരുന്നു, അതുകൊണ്ടവൻ നേരത്തെ പോയി. കൊള്ളാം, ദുഷ്ടൻ. എന്നോട് പറയാതെ പോയല്ലേ. ഇങ്ങ് വരട്ടെ, ഞാൻ എങ്ങനെങ്കിലും പൊക്കോളാം. ഷോ, എന്ത് ചെയ്യും? ബസ്സും കാണുന്നില്ലല്ലോ. ഇപ്പൊ തന്നെ വൈകി. ഒരു ഓട്ടോ പോലും കാണാനില്ല. ഡി, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? നിനക്കിന്ന് ക്ലാസ് ഇല്ലേ? എന്റെ ദേവി, കടുവ. അത് ശിവേട്ടാ, ഞാൻ കുറച്ച് ലേറ്റായി. ബസ് പോയി. അടുത്ത ബസ് അരമണിക്കൂർ കഴിഞ്ഞ. ഒരു ഓട്ടോ പോലും വരുന്നില്ല. എന്നാ നീ തിരിച്ച് വീട്ടിലേക്ക് പോക്കോ. ഇന്ന് ലീവാക്ക്. അയ്യോ, അത് പറ്റില്ല ശിവേട്ടാ. അമ്മ സമ്മതിക്കില്ല. ഇപ്പൊ തന്നെ ഉന്തി തള്ളിയാ വിട്ടെ. എന്നാ നീ ഇവിടെ തന്നെ നിന്നു. ഏതെങ്കിലും വണ്ടി വരുമ്പോ കേറിപ്പോക്കോ. ഞാൻ പോവാ. ദുഷ്ടൻ, എന്നോട് വരുന്നെന്ന് ചോദിച്ചാ എന്താ? ആകാശ് ഇടിഞ്ഞ് വീഴത്തൊന്നുമില്ലല്ലോ. ഡീ വാ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട ശിവേട്ടാ, ഞാൻ പൊക്കോളാം. അധികം ജാട കാണിക്കാതെ വന്ന് കേറാൻ നോക്കടി. നേരത്തും കാലത്ത് എണീക്കൂല, എന്നിട്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്ന് പോസ്റ്റായി നിൽക്കും. ഇനിയും കേറിയില്ലെങ്കിൽ അങ്ങനെ എന്നെ കൊല്ലുമെന്ന് തോന്നിയപ്പോ ഞാൻ വണ്ടിയിൽ കയറി. ശിവേട്ടാ, ഇതെങ്ങോട്ടാ പോകുന്നേ? എനിക്ക് അങ്ങോട്ടാ പോണ്ടേ. വണ്ടി നിർത്ത്. മിണ്ടാതിരിക്കടി. എനിക്കറിയാം എന്തു വേണോന്ന്, എങ്ങോട്ട് പോണെന്നു. നീ മിണ്ടാതിരുന്നോ. ശിവേട്ട, വണ്ടി നിർത്ത്. എനിക്ക് ഇവിടെ ഇറങ്ങണം. നിർത്ത്. ഡീ, അധികം ബഹളം വെക്കണ്ട. എനിക്കറിയാം ഇവിടെ നിർത്തണമെന്ന്. ഇനി ഒച്ചയുണ്ടാക്കിയ എന്റെ തനി സ്വഭാവം നീ അറിയും. ഇത്രയും കേട്ടതും ഞാൻ പിന്നൊന്നും മിണ്ടാൻ പോയില്ല. എനിക്കുള്ളിൽ നല്ല പേടിയായിരുന്നു. കുറച്ചു കഴിഞ്ഞതും വണ്ടി ഒരു കോമ്പൗണ്ടിൽ ചെന്ന് നിന്നു. മുന്നിലുള്ള കെട്ടിടത്തിന്റെ ബോർഡ് കണ്ടതും ഞാൻ പകപ്പോടെ ശിവേട്ടനെ നോക്കി. ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടത്തിൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.